ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, ടൈം ആൻഡ് വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് ടൈം ആൻഡ് സ്പീഡ് അല്ല, ടൈം ആൻഡ് വർക്കാണ്. ഇതിനകത്ത് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 25 days വേണം. ഒറ്റയ്ക്ക് എ എന്ന് പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 25 days വേണം. ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് സെയിം വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് 30 days വേണം. എയും ബിയും രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആവും? ആ മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് ഈ ചാപ്റ്റർ വരുന്നത്, ടൈം ആൻഡ് വർക്ക്. മനസ്സിലായല്ലോ? പക്ഷെ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ലപോലെ വരും. ഇപ്പോൾ എ 25 days, ബി 30 days, സി 40 days അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വരും. അതായത് ഇനീഷ്യലി ആദ്യത്തെ 4 ദിവസം എ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബി പുതിയതായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ സി ജോയിൻ ചെയ്തു. അങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഇതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ ഏത് മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതെന്നുള്ളത്. അപ്പോൾ ടൈം ആൻഡ് വർക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഫോർമുല ഉണ്ട്. ആ ഫോർമുല ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് അഫ്കാറ്റിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഓക്കെ, സോ ഞാനൊരു സിമ്പിളായുള്ള ഞാൻ ആദ്യം ഒരു ഫോർമുല പറയട്ടെ. ഓക്കെ, ആ ഫോർമുല ബൈ ഹാർട്ട് ആക്കണം. സപ്പോസ് റിസൾട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്, റിസൾട്ടാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ആക്കേണ്ട കാര്യമാണ്. എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരാൾക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ X days വേണം. എ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു വർക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ X days വേണം. ബി എന്ന് പറഞ്ഞ ആൾക്ക് അതേ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ Y days വേണം. ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആവാൻ Y days വേണം. അങ്ങനെയാണെങ്കിൽ എയും ബിയും രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് വർക്ക് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വേണം? പലരും വിചാരിക്കും X+Y days വേണമെന്ന്. അത് തെറ്റാണെന്ന് കേട്ടാൽ അറിയാം. കാരണം എന്താണ്? രണ്ടുപേരും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് കുറയേ ഉള്ളൂ, കൂടെയല്ല ചെയ്യാം, അല്ലേ? എയും ബിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ X+Y അല്ല. ഈ ഫോർമുല നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ആക്കണം. രണ്ടുപേരേ ഉള്ളൂ എങ്കിൽ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കാം. റിസൾട്ടാണ് എ X days, ബി Y days ആണ്. എയും ബിയും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ? XY/X+Y days വേണം. ഓക്കെ ആണല്ലോ? ഡേയ്സ് വേണം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ട റിസൾട്ടാണ്. ഇനി ഇതേപോലെ വേറെ റിസൾട്ട് ഉണ്ട്. ഇപ്പം രണ്ടുപേരാവണമെന്നില്ല, ചിലപ്പോൾ ഒരുപാട് പേരാണെങ്കിലോ. അപ്പോൾ അതിനൊരു ജനറൽ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയട്ടെ, എ എന്ന് പറഞ്ഞ ആൾക്ക് A days വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ, അല്ലെങ്കിൽ X ലെറ്റർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ബി എന്ന് പറഞ്ഞ ആൾക്ക് ഒറ്റയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ B days വേണം. അതുപോലെ സി എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്, വർക്ക് കംപ്ലീറ്റ് ആക്കാൻ C days വേണം, എക്സെട്ര. ഇനി ഡി ഉണ്ട്, ഇ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓൾ വർക്ക് ടുഗദർ, മനസ്സിലായല്ലോ? എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും? ഞാനതിന് ഡേയ്സിന് ഞാൻ എന്തെങ്കിലും ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തോട്ടെ, ഡി എന്ന് അങ്ങനെ ഡിനോട്ട് ചെയ്തോട്ടെ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആവും, അതാണ് ഞാൻ ഡി എന്ന് ഡിനോട്ട് ചെയ്തത്. ഡി ഈക്വൽ ടു എന്നുള്ള ഫോർമുല ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിച്ചാൽ മതി. 1/A + 1/B + 1/C എക്സിട്ര 1/D അങ്ങനെ എക്സിട്ര ഈക്വൽ ടു 1/D. ഇത് ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്. ഡി ഈക്വൽ ടു വേണ്ട, അത് ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ഫോർമുല എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ, അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? അപ്പോൾ ABC എല്ലാവരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും? ഞാൻ ക്യാപിറ്റൽ D എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ D നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കാണാം. 1/A + 1/B + 1/C എക്സിട്ര ഈക്വൽ ടു 1/D. രണ്ടുപേരേ ഉള്ളെങ്കിൽ XY/X+Y days എഴുതാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്യാം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ വരും. ഇപ്പോൾ എ 4 ദിവസം വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ബി ജോയിൻ ചെയ്തു, എന്നിട്ട് ബി 2 ദിവസം കഴിഞ്ഞിട്ട് ബി ലെഫ്റ്റായി, അങ്ങനെ ഇൻഡയറക്റ്റുകളൊക്കെ വരും ഇതിനകത്ത്. അപ്പോൾ നമ്മൾ വേറൊരു കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്.
ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ. അപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം എ എന്ന് പറഞ്ഞ ആള്, അല്ലെങ്കിൽ ഞാൻ റിസൾട്ട് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞ ആൾക്ക് എ ഡേയ്സ് വേണം എന്തിന്, ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. വർക്കിന് ഞാൻ ഡബ്ല്യു എന്ന് എഴുതിക്കോട്ടെ, എന്തെങ്കിലും ഒരു സിമ്പിൾ. വർക്കിന് നമുക്ക് ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യാം. എ എന്ന് പറഞ്ഞ ആൾക്ക് സ്മോൾ ലെറ്റർ എ ഡേയ്സ് വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? എ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? W/A വർക്ക് കംപ്ലീറ്റ് ആവും. അതായത് വർക്കിന്റെ 1/A ടൈംസ് കംപ്ലീറ്റ് ആവും. മനസ്സിലായാലും ഇത് റിസൾട്ടാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 10 ദിവസം വേണം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എന്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും? 1/10 ഓഫ് വർക്ക് അല്ലെ, 1/10 W ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അത് റിസൾട്ടാണ്. അത് നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാം. സോ ഇതിനകത്തുള്ള തിയറി നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയല്ലോ. എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് അഫ്കാറ്റ് 2023 ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻഡയറക്റ്റ് പ്രോബ്ലം ആണ്, എങ്കിലും ഞാൻ ഡിസ്കസ് ചെയ്യാം. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 16 days and 10 days respectively. A started the work and after 4 days B also joined him till the completion of the work. How many days will they take to complete the entire work? ഇവിടെ നമുക്ക് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഫോർമുല നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ പറഞ്ഞ റിസൾട്ട് ഇല്ലേ, ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 10 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് വർക്കിന്റെ 1/10 ചെയ്യും അല്ലെ. അത് വളരെ യൂസ്ഫുൾ ആണ്. അങ്ങനത്തെ പ്രോബ്ലം ആണത്. അപ്പം ഞാനിത് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഇത് അഫ്കാറ്റ് 2023 ആണ്. അപ്പൊ ഇവിടെ എയുടെ കാര്യമുണ്ട് പറയുന്നത്. എക്ക് എത്ര വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ? 16 days വേണം. അപ്പൊ എ ഒരു ദിവസത്തെ വർക്ക് എത്ര? എയുടെ ഒരു ദിവസത്തെ വർക്ക് W/16 ആണ്. അതായത് വർക്കിന്റെ 1/16 കംപ്ലീറ്റ് ആക്കും അല്ലെ. ബിക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 10 days വേണം. അങ്ങനെ പറഞ്ഞിട്ടില്ലേ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. അപ്പൊ ബിയുടെ കേസിലാണെങ്കിൽ ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എത്ര? W/10 ആണ്. ഇത് രണ്ടും ക്ലിയർ ആയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. എ സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ 4 days ബി ഓൾസോ ജോയിൻ ഹിം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഇതുപോലത്തെ പ്രോബ്ലം വന്നാൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 4 ദിവസം എ എന്ന് പറഞ്ഞ ആള് 4 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ വരച്ചാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഈ 4 ദിവസം എ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. 4ാമത്തെ ദിവസം ആര് ജോയിൻ ചെയ്തു? ബി പുതിയതായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. കേട്ടല്ലോ അല്ലേ? ശരിയല്ലേ? 4 ദിവസം കഴിഞ്ഞിട്ടാണ് ബി ജോയിൻ ചെയ്തത്. ആദ്യത്തെ 4 ദിവസം എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു അല്ലേ. എ സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ 4 days ബി ഓൾസോ ജോയിൻ ഹിം ടിൽ ദ കംപ്ലീഷൻ. അങ്ങനെ അവർ കുറച്ച് ദിവസം വർക്ക് ചെയ്തിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കി അല്ലേ. മനസ്സിലായാലും ഇതാണ് കംപ്ലീഷൻ. ഇവിടെ വെച്ചിട്ട് കംപ്ലീഷൻ ആണ്, വർക്ക് കംപ്ലീറ്റ് ആവാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ വർക്ക്? ഈ മുഴുവൻ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ എത്ര ദിവസം വേണം അല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തു. ഇവിടെ എത്ര ഡേയ്സ് ആണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് അസ്യൂം ചെയ്യാം X ഡേയ്സ് ആണെന്ന് അസ്യൂം ചെയ്താലോ? അസ്യൂം ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഈ പ്രോബ്ലം. അപ്പൊ എയും ബിയും കൂടി കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്തത് X ഡേയ്സ് ആണ്. ആ X ഡേയ്സും കൂടി വർക്ക് ചെയ്തപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് എയും ബിയും കൂടി ഒന്നിച്ച് X ഡേയ്സ് വർക്ക് ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. ഇനി ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇല്ലേ. എ എത്ര ദിവസം വർക്ക് ചെയ്തു? ആകെ X+4 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബി എത്ര ദിവസം വർക്ക് ചെയ്തു? X ഡേയ്സ് വർക്ക് ചെയ്തു അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തു തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ എ ഒരു ദിവസം കൊണ്ട് W/16 വർക്ക് കംപ്ലീറ്റ് ആക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ X+4 ഡേയ്സ് ആണല്ലോ വർക്ക് ചെയ്തത് അല്ലേ. ഡയഗ്രാം നോക്കിയേ. അപ്പൊ X+4 ഡേയ്സ് കൊണ്ട് എ എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും? X+4 × W/16 വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. കാരണം ഒരു ദിവസം കൊണ്ട് W/16 വർക്ക് എന്നാണല്ലോ. അപ്പൊ ഇവിടെ എ എത്ര ദിവസം വർക്ക് ചെയ്തത്? ഈ ഡയഗ്രാം നോക്കിയേ. X+4 ഡേയ്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അത്രയും ദിവസം കൊണ്ട് എയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? വർക്കിന് വേണ്ടി എയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? X+4 × W/16 ആണ്.
പിന്നെ എ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, ബിയും കൂടി ഉണ്ട് അല്ലേ. ബിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ബി എക്സ് ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിയുടെ ഒരു ദിവസത്തെ വർക്ക് W/10 ആണല്ലേ. അപ്പോൾ എക്സ് ഡേയ്സ് ആവുമ്പോൾ ബിയുടെ കോൺട്രിബ്യൂഷൻ എക്സ് ഇൻറ്റു W/10 ആണ്. എക്സ് ഇൻറ്റു W/10 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എയുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് ബിയുടെ കോൺട്രിബ്യൂഷൻ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ വർക്ക് W കിട്ടും. ശരിയാണല്ലോ. ഇത് രണ്ടും ആഡ് ചെയ്താൽ വർക്ക് കിട്ടും. വർക്കിനെ നമ്മൾ W എന്നാണ് ഡിനോട്ട് ചെയ്യുക. മനസ്സിലായല്ലോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയാണ് വർക്കിന്റെ 50% തീരുമെന്നാണ് പറയുകയാണെങ്കിൽ 50% ഓഫ് W എന്നായിരിക്കും നമ്മൾ എഴുതാം. ഇത് സോൾവ് ചെയ്ത എക്സിന്റെ വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് ഈസിയാണ്. W എല്ലാ സൈഡിലും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാലോ അല്ലേ. എല്ലാ സൈഡിലും W അങ്ങോട്ട് വെട്ടിക്കളയാ. അപ്പൊ ഇവിടെ x+4/16 പ്ലസ് x/10 ഈക്വൽ 1 കിട്ടും. ശരിയല്ലേ നോക്കിയേ. ശരിയല്ലേ. x+4/16 പ്ലസ് x/10 ഈക്വൽ 1 കറക്റ്റാണ്. നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലേ. ശരിയല്ലേ. അതല്ലെങ്കിൽ നമുക്ക് LCM എടുക്കാം. ഏതാ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. 16ന്റെ 10ന്റെ LCM എത്രയാണ്? 16 × 5 എത്ര? 16 × 5 80 അല്ലേ. ശരിയല്ലേ. അതെ 80 ആണ്. നമുക്ക് LCM എടുത്ത് ചെയ്യാം. 16 × 5 80 ആണ്. 5 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x + 20. ഇവിടെ 10 80 അവൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ 1 കിട്ടും അല്ലേ. നമ്മൾ എന്തൊരു സ്റ്റെപ്പ് എഴുതുമ്പോഴും നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് സ്റ്റെപ്പുകൾ തെറ്റാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്ത് ശരി തന്നെയാണല്ലോ അല്ലേ. 5x + 20 പ്ലസ് 8x കറക്റ്റ് ആണ്. ഇവിടെ 5x-ഉം 8x കൂടി 13x പ്ലസ് 20. ഈ 8 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാലോ. അപ്പോൾ 8 അങ്ങോട്ട് പോയി. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 13x = 80 - 20 60 എന്ന് കിട്ടി അല്ലേ. ശരിയല്ലേ. അപ്പൊ x എത്ര കിട്ടി? x = 60/13 എന്ന് കിട്ടി. x = 60/13 കിട്ടി. ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് ചോയ്സുകളെല്ലാം അല്ലേ. അപ്പൊ നമ്മൾ 60/13 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണമല്ലോ. 60/13 ഞാൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. എന്ത് വരും? 4 അല്ലേ. 52 ശരിയാണല്ലോ. 8 4 + 8/13 അല്ലേ. 4 + 8/13 അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് എഴുതുന്നത് എങ്ങനെ എഴുതാം? 4 8/13 എന്ന് പറഞ്ഞാൽ 4 + 8/13 എന്നാണ് അതിന്റെ മീനിങ്. നിങ്ങൾക്കറിയാലോ. അതാണോ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്? നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അതായത് 4 days പ്ലസ് x days. അതാണ് ക്വസ്റ്റ്യൻ. 4 8/13 എന്ന് പറഞ്ഞ ചോയ്സ് ഒന്നും ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഹൗ മെനി ഡേയ്സ് അല്ലെ. ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ വർക്ക്. അതായത് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത് x+4 ആണ്. എന്തായാലും 4 8/13 ചോയ്സിൽ ഇല്ലല്ലോ. അപ്പൊ x+4 ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഓക്കെ. അങ്ങനെ കരുതിയാൽ മതി. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഉദ്ദേശിച്ചത്. x+4 എന്ന് പറഞ്ഞാൽ 4 + x എന്ന് എഴുതാമല്ലോ. x+4 നമുക്ക് 4 + x എന്ന് എഴുതാമല്ലോ. 4 + 4 8/13 എന്ന് എഴുതാം. ശരിയാണല്ലോ. അപ്പൊ 4 + 4 + 8/13 എന്ന് വായിക്കാമല്ലോ നമുക്ക് ഇതിന്. 4 + 4 + 8/13 അതായത് 8 8/13 എന്ന് എഴുതാം നമുക്ക്. 8 8/13 ഡേയ്സ് ആണ് ആകെ വേണ്ടത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതേപോലെ ഒരു ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ അല്ലേ. സോ ഇത് അഫ്കാറ്റ് 2021 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. X can do a piece of work in 10 days and Y can do the same work in 15 days. X and Y worked for 2 days together and after that X left the work. Then find the time taken by Y to complete the remaining work. ഈ മോഡൽ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നല്ലപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി നിങ്ങൾ. എക്സ് അല്ലേ. എക്സിന് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 10 days വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എക്സിന് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 10 days വേണം ആണല്ലോ. അപ്പോൾ എക്സ് ഒരു ദിവസത്തെ എക്സിന്റെ വർക്ക് എത്രയാണ്? ഒരു ദിവസം കൊണ്ട് W/10 വർക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം 10 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് വർക്കിന്റെ 1/10 കംപ്ലീറ്റ് ആവും. അതേപോലെ വൈയുടെ കാര്യം പറയുന്നുണ്ടല്ലോ ഇവിടെ അല്ലേ. വൈ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. അപ്പോൾ ഒരു ദിവസം കൊണ്ട് വൈ എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കും?
W/15 വർക്ക് കംപ്ലീറ്റ് ആക്കും. ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. എക്സും വൈയും 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. എക്സും വൈയും 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്സ് ലെഫ്റ്റ് ആയി, പിന്നെ വൈ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് വൈ അല്ലേ, എക്സും വൈയും 2 ദിവസം രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് അല്ലേ. ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം, 2 days 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആര് പോയി? എക്സ് ലെഫ്റ്റ് ആയി, പിന്നെ വൈ മാത്രമാണ് ചെയ്യുന്നത്. ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് അല്ലേ, ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് വൈ ഒറ്റയ്ക്ക് ചെയ്യാണ്. സോ എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആവണേന്ന് അറിയില്ല. ഇവിടെ എത്തിയിട്ട് കംപ്ലീഷൻ ആണ് കേട്ടോ, കംപ്ലീഷൻ. നമുക്ക് അസ്യൂം ചെയ്യാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എക്സ് ഡേയ്സ് എടുത്തു. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 2 ദിവസം രണ്ടുപേരും ഒന്നിച്ച് ജോയിൻ ചെയ്തു, ഒന്നിച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്സ് ലെഫ്റ്റ് ആയപ്പോൾ വൈ മാത്രം വർക്ക് ചെയ്യാണ്. എക്സ് ഡേയ്സ് വർക്ക് ചെയ്തത് നമ്മൾ അസ്യൂം ചെയ്യണം. ആ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയി അല്ലേ, ശരിയല്ലേ? അപ്പോൾ ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. എക്സിന്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് വൈയുടെ കോൺട്രിബ്യൂഷൻ വിൽ ബി ടോട്ടൽ വർക്ക്, അങ്ങനെയാണ് വരാം. അപ്പോൾ എക്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? എക്സ് ഒരു ദിവസം കൊണ്ട് W/10 വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്സ് 2 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യും? 2 × W/10 വർക്ക് ചെയ്യും അല്ലേ, 2 × W/10. എക്സിന്റെ കോൺട്രിബ്യൂഷൻ അത്രേ ഉള്ളൂ, വേറെ പിന്നെ എക്സ് ചെയ്തിട്ടില്ല ഒന്നും. വൈയുടെ കോൺട്രിബ്യൂഷനോ, വൈ ആകെ 2 + x ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഒരു ദിവസത്തെ വർക്ക് W/15 ആണ് വൈയുടെ. 2 + x ഡേയ്സിന്റെ കോൺട്രിബ്യൂഷൻ അപ്പോൾ 2 + x × W/15 അല്ലേ, 2 + x × W/15 ആയിരിക്കും വൈയുടെ കോൺട്രിബ്യൂഷൻ. ശരിയല്ലേ, സിമ്പിൾ അല്ലേ ഇത് രണ്ടും. എയുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് ബിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ടോട്ടൽ വർക്ക്, അതായത് W ആണ്. നമുക്ക് 2 സൈഡിലും W ക്യാൻസൽ ചെയ്താലോ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് W ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? അതിന്റെ ബാക്കി ഇവിടെ എഴുതാം. അപ്പൊ ഇവിടെ 2/10 വേണമെങ്കിൽ നമുക്ക് 1/5 എഴുതാം കേട്ടോ അല്ലേ. 2/10 കാണുന്നുണ്ടല്ലോ ഇവിടെ അല്ലേ, 2/10 നമുക്ക് അതിനെ 1/5 എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 + x/15 വരുന്നുണ്ട് അല്ലേ, 2 + x / 15 വരുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡ് 1 ആണ്. നമുക്ക് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആവും അല്ലേ. ഇത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് LCM എടുത്തുന്നല്ലേ നല്ലത്. 5 × 50 LCM 15 ആണ്. 5 15 ആവാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 15 ഓക്കെ. ഇവിടെ 2 + x ന്യൂമറേറ്റർ സൈഡിൽ = 1. വളരെ ബേസിക് ആയിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ 3 + 2 5 ആണ്. 5 + x / 15 = 1 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? 5 + x = 15 ഓർ x = 10 വരും. 10 ആണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയേ. Then find the time taken by y അല്ലേ. ശ്രദ്ധിക്കണം, time taken by y to complete the remaining work. റിമൈനിങ് വർക്കിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എക്സ് റിമൈനിങ് വർക്ക്, എക്സ് ലെഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വർക്കാണ് ഉദ്ദേശിച്ചത്. സോ ആൻസർ ഈസ് 10 days. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ഇത് AFCAT 2021. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഇത് AFCAT 2020 ആണ്. ക്വസ്റ്റ്യൻ സ്വല്പം ഇൻഡയറക്റ്റ് ആണ്. A and B can do a work in 12 days. B and C can do it in 15 days. C and A can do it in 20 days. ഇത് വളരെ സ്റ്റാൻഡേർഡ് ആണ്. ഇത് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. If A, B, C work together, then they will complete the same work in how many days? അപ്പൊ ഞാനൊരു ഫോർമുല സ്റ്റാർട്ടിങ്ങിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് എത്ര നമ്പർ ഓഫ് പീപ്പിൾ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഫോർമുല 1/A + 1/B + 1/C എക്സെട്ര = 1/D, ഇങ്ങനെ ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇത് രണ്ടുപേരായാലും അപ്ലിക്കബിൾ ആണ്. രണ്ടുപേരാകുമ്പോൾ x5/x+5 എന്ന് പറഞ്ഞ ഒരു ഫോർമുല വേറെയും തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് കൺവീനിയൻറ്റ്. അപ്പൊ ഇത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചൊരു ഫോർമുല ഇല്ലേ,
ആദ്യത്തെ ആൾക്ക് എ ഡേയ്സ് വേണം, സ്മോൾ ലെറ്റർ എ ഡേയ്സ് വേണം കംപ്ലീറ്റ് ആക്കാൻ. രണ്ടാമത്തെ ആൾക്ക് സ്മോൾ ലെറ്റർ ബി വേണം. മൂന്നാമത്തെ ആൾക്ക് സ്മോൾ ലെറ്റർ സി ഡേയ്സ് വേണം. എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഡി ഡേയ്സ് വേണം. അപ്പോൾ ഡി കാണാനുള്ള ഫോർമുല ഇങ്ങനെയാണ്. ഇത് ഉപയോഗിക്കാം. ഈ പ്രോബ്ലത്തിൽ ഞാൻ തൽക്കാലം ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്ക് 12 ഡേയ്സ് വേണം അല്ലേ, ശരിയല്ലേ? എക്ക് 12 ഡേയ്സ് വേണം. പിന്നെന്താണ് എ ആൻഡ് ബി അല്ലേ? അപ്പോൾ ഇവിടെ ഒരു അസംഷൻ എടുക്കേണ്ടി വരും കേട്ടോ. എക്ക് സ്മോൾ ലെറ്റർ എ ഡേയ്സ് വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ, അസംഷനാണ്. ബിക്ക് സ്മോൾ ലെറ്റർ ബി ഡേയ്സ് വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. സിക്ക് സ്മോൾ ലെറ്റർ സി ഡേയ്സ് വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. എയും ബിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും അല്ലേ? ഞാൻ ഈ ഫോർമുല റൈറ്റ് സൈഡിൽ എഴുതിയ ഫോർമുല പ്രകാരം എഴുതിയ പെട്ടെന്ന് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ എയും ബിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 ഡേയ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ ഫോർമുല പ്രകാരം എന്ത് വരും? 1/a + 1/b = 1/12 എന്ന് എഴുതാമല്ലോ അല്ലേ? ഇക്വേഷൻ നമ്പർ 1 അല്ലേ? ഈ ഫോർമുലയാണ്. എയും ബിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാണ്, സി ഇല്ല കേട്ടോ. എയും ബിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാണ്. എക്ക് സ്മോൾ ലെറ്റർ എയും വേണം, ബിക്ക് സ്മോൾ ലെറ്റർ ബിയും വേണം. രണ്ടുപേരും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ 12 ഡേയ്സ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതിയ ഫോർമുല പ്രകാരം 1/a + 1/b = 1/12 ഇക്വേഷൻ നമ്പർ 1. അതേപോലെ ബിയും സിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ഡേയ്സ് വേണം. റൈറ്റ് സൈഡിൽ എഴുതിയ ഫോർമുല പ്രകാരം ബിയും സിയും അല്ലേ? അപ്പോൾ 1/b + 1/c, ബിയും സിയും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 15 ഡേയ്സ് അല്ലേ? ശരിയല്ലേ നോക്കിയേ? അതെ. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എയും സിയും അല്ലേ? സി ആൻഡ് എ ക്യാൻ ഡു 20 ഡേയ്സ്. അപ്പോൾ 1/c + 1/a, സിയും എയും അല്ലേ? 1/c + 1/a എത്ര ദിവസമാണ്? 20 ഡേയ്സ്. അപ്പോൾ 1/20 എന്ന് എഴുതാം. ഞാൻ ആ റൈറ്റ് സൈഡിൽ എഴുതിയ ഫോർമുല ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ശരിയാണല്ലോ? അപ്പോൾ എയും ബിയും 12, അപ്പോൾ 1/a + 1/b 1/12. വളരെ സിമ്പിളാ. ബിയും സിയും 15 ആണ്, അപ്പോൾ 1/b + 1/c 1/15. സിയും എയും 20 ഡേയ്സ് ആണ്, അപ്പോൾ 1/c + 1/a 1/20. ഈ 3 ഇക്വേഷൻസും സോൾവ് ചെയ്യാനാണ്. സോൾവ് ചെയ്യണമെന്നില്ല, നമുക്ക് എന്താ വേണ്ടത്? ദേ വിൽ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ. 3 പേരും കൂടിയും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, അതായത് ഉദ്ദേശിക്കുന്നത് 1/a + 1/b + 1/c = 1/dash. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ആളെ കിട്ടിയാൽ മതി. എയും ബിയും സിയും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഡേയ്സ് ആണെന്ന് വിചാരിക്കും. എയും ബിയും സിയും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട നമ്പർ ഓഫ് ഡേയ്സ് ആണെന്ന് കരുതുക. ഇക്വേഷൻ അപ്പോൾ 1/a + 1/b + 1/c = 1/that question mark. അപ്പോൾ 1/a + 1/b + 1/c ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? ഞാൻ എയും ബിയും സിയും ഒന്നും സോൾവ് ചെയ്യണില്ല. 1/a + 1/b + 1/c = എന്ന് എഴുതിയിട്ട് റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ വരുന്ന ആളാരാണോ അയാളാണ് ആൻസർ. അപ്പോൾ ഇതിന് 1/a + 1/b + 1/c കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഇക്വേഷൻ 1ഉം 2ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്താൽ മതി, അല്ലാതെ ഓരോന്നും സോൾവ് ചെയ്ത് കാണണ്ട. 1 + 2 + 3 ചെയ്താൽ എന്ത് വരും പറയാൻ പറ്റുമോ? നോക്കട്ടോ. 1 + 2 + 3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1/a + 1/a കാണാൻ പറ്റുന്നുണ്ടല്ലോ. 1/a + 1/a എന്താണ്? 2/a അല്ലേ? അതുപോലെ 1/b + 1/b 2/b ആണല്ലോ. 1/c + 1/c 2/c ആണല്ലോ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/a + 1/a 2/a വരും. അതുപോലെ 1/b + 1/b 2/b വരും. പിന്നെ 1/c + 1/c 2/c വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം 1/12 + 1/15 + 1/20. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1/a + 1/b + 1/c കാണണം. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ് ഇവിടെ. കേട്ടല്ലോ? 1/a + 1/b + 1/c കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 2/a + 2/b + 2/c ഒരു 2 കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഒരു 2 കോമൺ ആയിട്ട് എടുത്തപ്പോൾ 2 × 1/a + 1/b + 1/c എന്നായി. റൈറ്റ് സൈഡിലോ 1/12 + 1/15 + 1/20 അല്ലേ? അതെങ്ങനെ ആഡ് ചെയ്യാം? അത് ആഡ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? നമുക്ക് ആ 1/12ഉം 1/15 തമ്മിൽ ആഡ് ചെയ്യാം. ആദ്യം 3 കൂടി ഒന്നിച്ച് ആഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? 1/12ഉം 1/15 തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ ആണോ? അത് നമുക്ക് LCM എടുത്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. 12ന്റെ 50യുടെയും LCM 60 അല്ലേ? നോക്കി
മൾട്ടിപ്പിൾ, കോമൺ മൾട്ടിപ്പിൾ. 12 ഇൻറ്റു 5 60, 15 ഇൻറ്റു 4 അതും 60. 12 60 ആവാനായിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മോളിൽ 5 എഴുതി. 15 60 ആവാനായിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മോളിൽ 4 എഴുതി. 3 കൂടി ഒന്നിച്ച് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 തമ്മിൽ ആഡ് ചെയ്യുക. കേട്ടല്ലോ ഇങ്ങനെ. അപ്പോൾ ഇത് 9/60 പ്ലസ് 1/20 എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ നോക്കിയേ? 9/60 പ്ലസ് 1/20. വേണമെങ്കിൽ വെട്ടി ചെറുതാക്കാം. മുകളിലും താഴെ ഒരു 3 കൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലോ 9/3 3 ആണ്. 60/3 20 ആണ് അല്ലേ? 1/20 ശരിയാണോ? മുകളിലും താഴെയും ഒരു 3 കൊണ്ട് കട്ട് ചെയ്തു. അപ്പോൾ 3/20 കറക്റ്റ് ആണല്ലോ? അതെ. 4/20 അല്ലേ? 4/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/20 കിട്ടും. നമുക്ക് 4/20 വെട്ടി ചെറുതാക്കുമ്പോൾ 1/5 വരും അല്ലേ? 1/5. ഞാൻ ഒന്നുകൂടി എഴുതിക്കോട്ടെ. 2 ഇൻറ്റു 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈക്വൽ 1/5 ആണ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ 2 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാലോ? ഈ 2 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈക്വൽ ടു 2 അങ്ങോട്ട് പോകുമ്പോൾ 1/2 ആവും. 1/2 ഇൻറ്റു 1/5 ആവും. ശരിയല്ലേ? 2 റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ റെസിപ്രോക്കൽ. അപ്പോൾ എന്തുവരും? ആൻസർ കിട്ടാൻ പോവാണ് 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈക്വൽ 1/10. ഇക്വേഷന്റെ മീനിങ് എന്താണെന്ന് പറയാമോ? ഇക്വേഷന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും സിയും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 days വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? ഓൾറെഡി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ എയും ബിയും സിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം വേണം? 10 days വേണം. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഇത് അഫ്കാറ്റ് 2020 ആണ്. സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇത് അഫ്കാറ്റ് 2018 ആണ്. ഇത് നേരത്തെ ചെയ്തതിന് സിമിലർ ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ആൻഡ് വൈ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 10 days. Y and Z can do it in 15 days. Z and X in 12 days. നേരത്തെ ചെയ്ത നമ്പർ ആണോ? അല്ല, വ്യത്യാസമുണ്ട്. 12, 15, 20 ആയിരുന്നു നേരത്തെ വന്നത്. ചെറിയൊരു വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സും വൈയും നമുക്ക് അധികം സ്റ്റെപ്പിന്റെ ആവശ്യമില്ലല്ലോ, നേരെ തുടങ്ങാം. എക്സും വൈയും. അപ്പോൾ എക്സിന് നേരത്തെ ചെയ്ത പോലെ തന്നെ തുടങ്ങിക്കോ. 7 days വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. വൈക്ക് B days വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. സെഡിന് C days വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. എക്സും വൈയും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 days കൊണ്ട് തീരും. കറസ്പോണ്ടിങ് ഇക്വേഷൻ വിൽ ബി 1/a പ്ലസ് 1/b ഈക്വൽ 1/10. ഓർമ്മയുണ്ടല്ലോ? ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇക്വേഷൻ നമ്പർ 1. വൈയും സെഡും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 days കൊണ്ട് തീരും. വൈയും സെഡും അല്ലേ? വൈയും സെഡ് ആയതുകൊണ്ട് 1/b പ്ലസ് 1/c എത്രയാണ്? 15 days അല്ലേ? അപ്പോൾ 1/15 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2.